നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് തത്സമയത്തിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കും. ഒടുവിൽ എവിടെയെത്തി? സംഘപരിവാറുകാർ അറസ്റ്റിലായി. പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോ? BJP-ക്കാരുമായി ചേർന്ന് നിന്ന് CPIM-നെതിരെ പ്രചരണം അഴിച്ചുവിട്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. സാന്ദർഭികമായി ഒട്ടേറെ കാര്യങ്ങൾ പരാമർശിക്കാനുണ്ടെങ്കിലും അതിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കൂടുതലായി ഞാൻ കടന്നു പോകുന്നില്ല. സർ, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 2 സമീപകാല സംഭവങ്ങൾ. ഈയിടെ ഒരു ദിവസം 2 കോടതി വിധികൾ വന്നു. ഒന്ന് കൽക്കത്തയിലെ ആർജിക്കർ കേസിൽ, മറ്റൊന്ന് കേരളത്തിലെ ഷാരോൺ കേസിൽ. കൽക്കത്ത കേസിൽ നീതി ലഭ്യമായില്ല എന്ന മുറവിളി ഉയർന്നു. ഷാരോൺ കേസിൽ നീതി നടപ്പായി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആർജിക്കർ കേസിൽ തെളിവുകൾ ബോധ്യപ്പെടുത്തും വിധം കണ്ടെത്തി നിരത്തുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച വന്നതാണ് കുറ്റവാളിക്ക് വധശിക്ഷ നൽകാതിരുന്നതിന് കാരണമെന്ന് വിമർശനമുയർന്നു. അതേസമയം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഏറെ സങ്കീർണമായ ഷാരോൺ കേസിൽ തെളിവുകൾ കണ്ടെത്തി അവതരിപ്പിച്ച് കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്തതിന് കോടതി തന്നെ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. ഇതാണ് വ്യത്യാസം. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷത്തിന് ദഹിക്കാത്ത വ്യത്യാസം. സർ, പോലീസ് രാജ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പഴയ ചില ഓർമ്മകൾ വെച്ചുകൊണ്ട് മാത്രം പറയുന്ന കാര്യമാണ്. കേസന്വേഷണത്തിൽ മാത്രമല്ല, ക്രമസമാധാനത്തിലും നമ്മൾ മാതൃകയാണ്. സേവന കാര്യത്തിലും അങ്ങനെ തന്നെ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലം. അവിടെ എല്ലാവരും ശബരിമല തീർത്ഥാടനത്തെ ഈ വർഷം വലിയ തോതിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നതാണ് നാം കണ്ടത്. നിങ്ങൾ പലരും അവിടെ പോയി തീർത്ഥാടകരായി ആ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ അനുഭവിച്ചവരാണ് എന്നുള്ളതുകൊണ്ട് കൂടുതലായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സർ, ഈ ഉത്തർപ്രദേശിൽ ഇതേ ഘട്ടത്തിൽ കുംഭമേള നടന്നല്ലോ. UP-യിലെ മുഴുവൻ പോലീസിനെയും അവിടെ വിന്യസിച്ചു. 10,000 കോടി നീക്കിവെച്ചു. എന്നിട്ടും ദുരന്ത വാർത്ത നമുക്ക് അവിടുന്ന് കേൾക്കേണ്ടി വന്നു. ഇവിടെയോ ഒരു പ്രശ്നവുമില്ലാതെ, ഒരാക്ഷേപവുമില്ലാതെ ഗംഭീരമായി തീർത്ഥാടനം പൂർത്തിയാക്കിയതിൻ്റെ വിജയവാർത്ത. അത്ര പണമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. എല്ലാ പോലീസിനെയും അവിടെ വിനിയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നിട്ടും പഴുതടച്ച് ഒരു പരാതിയും ഉണ്ടാവാത്ത വിധം നാം ശബരിമല തീർത്ഥാടനം ഉജ്ജ്വല വിജയമാക്കി. അതിൽ മറ്റുള്ളവരോടൊപ്പം പോലീസും ആഭ്യന്തര വകുപ്പും വലിയ പങ്ക് തന്നെ വഹിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി, പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് രൂക്ഷമായ ഭാഷയിൽ.